ഞാനൊരു കഥ പറയാം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നോവലോ ചെറുകഥയോ കുഞ്ഞു കഥകളോ ഒന്നുമല്ല ഞാനിന്ന് പറയുന്നത്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അടുത്തിടെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഉർവശിയുടെ ലീലാമ്മയെക്കുറിച്ചാണ്. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമായ ലീലാമ്മ അമ്മയുടെ വാക്കുകളിലൂടെ എൻ്റെ ശബ്ദത്തിൽ. ഈ സിനിമയിൽ നമ്മെ പിടിച്ചുലയ്ക്കുന്നത് ലീലാമ്മ എന്ന കഥാപാത്രമാണ്. ഒരു കുട്ടനാടൻ ഗ്രാമത്തിലെ സാധാരണയായി കാണുന്ന ഗ്രാമീണ പശ്ചാത്തലം ഈ സിനിമയുടെ ചിത്രീകരണ ഭംഗിക്ക് മിഴിവേകുന്നു. അവിടുത്തെ ഒരു വീട്ടമ്മ അനുഭവിക്കുന്ന എല്ലാ ഭാവവികാരങ്ങളും മനസ്സിൽ ആവാഹിച്ചാണ് ഉർവശി ലീലാമ്മയായി ജീവിക്കുന്നത്. ഒരു സ്ത്രീ കഥാപാത്രത്തെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് വീക്ഷിക്കുകയാണെങ്കിൽ മാതൃത്വം അതിൻ്റെ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന ഒന്നായി കാണാൻ പറ്റും. അതോടൊപ്പം സ്ത്രീ എന്ന രീതിയിൽ മറ്റൊരു സ്ത്രീയോടുള്ള നീതികേടിനെ കണ്ണടയ്ക്കുന്ന ലീലാമ്മ, മകൻ്റെ ശവശരീരത്തിന് കാവലായിരിക്കുന്ന നിസ്സഹായിയായ ഒരമ്മ, കുടുംബ ബന്ധങ്ങൾക്ക് വില നൽകുന്ന ഒരു അമ്മായിയമ്മ. ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് പാർവതിയുടെ അഞ്ജു. ദാരിദ്ര്യം മൂലം സ്വന്തം ഇഷ്ടങ്ങളെ തച്ചുടക്കേണ്ടി വന്ന ഒരു നാടൻ പെൺകുട്ടി. അവൾ അറിഞ്ഞുകൊണ്ട് ഹോമാഗ്നിയിൽ എരിഞ്ഞടങ്ങി. പണത്തിനോടുള്ള ആർത്തിയിൽ സ്വന്തം മകളെ എറിഞ്ഞു കൊടുക്കുന്ന മറ്റൊരമ്മ. സ്നേഹം മാത്രമേ കൈമുതലായുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച കാമുകൻ മറ്റൊരവസരത്തിൽ സ്വത്തിനു വേണ്ടി കണക്ക് പറയുമ്പോൾ അവളുടെ മനസ്സിൽ നിന്ന് വീണുടയുന്ന ചില്ലുകൾ. അത് അമ്മായിയമ്മയോടുള്ള ഇഷ്ടത്തിന് ആക്കം കൂട്ടുന്നു. പ്രകൃതി നൽകുന്ന വികൃതികളൊന്നും തന്നെ ലീലാമ്മ എന്ന കഥാപാത്രത്തിൻ്റെ സങ്കടത്തിന് മുൻപിൽ നിഷ്പ്രഭമായി പോകുന്ന കാഴ്ചയാണ് ഈ സിനിമയിൽ ഉടനീളം നിഴലിക്കുന്നത്. ഇവരോടൊപ്പം മറ്റ് കഥാപാത്രങ്ങൾക്കും ജീവൻ നൽകിയ തോമസ് കുട്ടിയും രാജീവും പിന്നെ അലൻസിയറുടെ ജോസഫ് എന്ന അച്ഛൻ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും സങ്കടത്തിൻ്റെ ഒരു ഉള്ളൊഴുക്ക് തോന്നും. പുറമെ ശാന്തമായി ഒഴുകുന്നു എന്ന് തോന്നുന്ന പുഴയിലെ അടിയൊഴുക്കുകൾ പോലെ.